നിങ്ങളിപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ മാളികപ്പുറം പോലത്തെ ഒരു ഷോർട്ട് ഫിലിം മാളികപ്പുറത്തിന് മുന്നേ ചെയ്തു എന്ന് പറയുന്നു. അത് ഉണ്ണിമോന്തനോട് കഥ പറയാൻ പോയപ്പോൾ കാണിച്ചെന്ന് പറയുന്നു. ഇതിനൊക്കെ എന്ത് അടിസ്ഥാനമാണുള്ളത്, എന്ത് തെളിവാണുള്ളത് കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ? ഞാൻ പറയണത് ഷോർട്ട് ഫിലിം ഭയങ്കര മാളികപ്പുറം ചെയ്തമാതിരി ഭയങ്കര ക്ലാരിറ്റി ആയിട്ട് പ്രസൻറ്റ് ചെയ്തൊന്നും ഒരിക്കലും ബാധിക്കില്ല. പക്ഷേ എൻ്റെ എഫേർട്ട് എന്ന് വെച്ചാൽ നമ്മുടെ ഫ്രണ്ട് കഷ്ടപ്പെട്ട് ഞാൻ പറഞ്ഞു നമ്മളിപ്പോൾ യൂട്യൂബിലൊക്കെ ഓരോരുത്തർ ഫണ്ട് ഒരു 6 വർഷം മുമ്പുള്ള കഥയാണത്. നമ്മൾ ഷോർട്ട് ഫിലിം ചെയ്യുമ്പോൾ വൈറലാക്കി കളിയാൽ നമുക്ക് ഭയങ്കര റവന്യൂ കിട്ടുകയാണെന്നൊക്കെ മറ്റുള്ളവർ എല്ലാവരും പോലെ ചിന്തിച്ചൊരു ടൈം പീരിയഡിൽ ഷോർട്ട് ഫിലിം ചെയ്യണം. അപ്പോൾ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുഹൃത്ത്, അവരുടെ പേര് പറയാൻ പറയുന്നത് സുജിത്ത് പറയും. സുജിത്ത് കൊണ്ടൊരാൾ അവൻ്റെ ഫേസ് ചെയ്ത് എനിക്ക് തന്നാണ്. എപ്പോഴും പറയുക അവൻ ഇപ്പോഴും എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ ആണെന്നാണ് പറഞ്ഞു. ചെയ്യോ എൻ്റെ കഥകളൊക്കെ ഇഷ്ടമാണ്. എനിക്കൊരു സ്റ്റോറി ടെല്ലിങ് അവനറിയാം. നമ്മൾ സ്റ്റോറി ടെല്ലിങ് ലൈൻ നമുക്കൊരാളത് കഥ പറഞ്ഞ് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നൊക്കെ ഉള്ളൊരു വിഷയങ്ങളെ കുറിച്ച് നല്ല സുഹൃത്തുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ എനിക്ക് കഷ്ടപ്പെട്ടെന്ന് ഫണ്ടൊക്കെയാണ് വലിയ ഫണ്ടിൽ ഒരു ഷോർട്ട് ഫിലിമാണ്. പക്ഷേ മാളികപ്പുറം പോലത്തെ വലിയ സിനിമയുടെ ക്ലാരിറ്റി ഇല്ലെങ്കിലും ഓഡിയൻസ് വർക്ക് കണ്ടു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവർക്ക് എന്താ ചെയ്യുക, ഈ മാളികപ്പുറത്തിൻ്റെ ഇതിലൊരു സിമിലാരിറ്റി ഉറപ്പായിട്ട് ഫീലിംഗ് ആണ് എൻ്റെ മനസ്സ് വരുന്നത്. ഞാൻ പറഞ്ഞില്ല നമ്മളിപ്പോൾ 1 മിനിറ്റ് അല്ല, നിങ്ങളിപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ മാളികപ്പുറം പോലത്തെ ഒരു ഷോർട്ട് ഫിലിം മാളികപ്പുറത്തിന് മുന്നേ ചെയ്തു എന്ന് പറയുന്നു. അത് ഉണ്ണിമോന്തനോട് കഥ പറയാൻ പോയപ്പോൾ കാണിച്ചെന്ന് പറയുന്നു. ഇതിനൊക്കെ എന്ത് അടിസ്ഥാനമാണുള്ളത്, എന്ത് തെളിവാണുള്ളത് കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ? തെളിവ് പറഞ്ഞാൽ ഞാൻ പുള്ളിയെ വീട്ടിൽ പോയി കണ്ടതിൻ്റെ കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്തുണ്ട്. പുള്ളി ഞാൻ നേരിട്ട് അല്ലാതെ നമുക്ക് ഡിജിറ്റലി കാണിക്കാൻ പറ്റുന്ന പേപ്പർ പറഞ്ഞ ഫോട്ടോസ് തന്നെയാണ്. പുള്ളിയെ പോയി കണ്ട വീട്ടിൽ പുള്ളിക്ക് സ്ക്രിപ്റ്റ് അയച്ചു കൊടുത്തതിന് എന്തെങ്കിലും ഡിജിറ്റൽ തെളിവുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പുള്ളിയുടെ നമ്പർ അല്ല, ഈ ഷോർട്ട് ഫിലിം അയച്ചു കൊടുത്തതിൻ്റെ തെളിവ് ഉണ്ടാവുമല്ലോ. അതൊക്കെ 6 വർഷത്തെ കഥയാണ്. അപ്പോൾ ഞാൻ വാട്സപ്പിൽ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു സംഭവം. പുള്ളിയുടെ നമ്പർ അതല്ല, ഇപ്പോൾ എൻ്റെ ഒഫീഷ്യൽ നമ്പർ വർക്കിൻ്റെ ഭാഗമായിട്ട് വേറെ നമ്പറാണ്. പക്ഷേ എൻ്റെ ആ നമ്പർ ചെക്ക് ചെയ്തപ്പോൾ കിട്ടുമായിരിക്കും, എനിക്കറിയില്ല. പക്ഷേ കൊടുത്ത വസ്ത്രം ഇപ്പോൾ 2.5 വർഷമായിട്ട് വേണ്ടാത്തൊരു നീതി ഇപ്പോൾ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇതിൽ നിന്ന് ഇത് പറയുന്നത് കൊണ്ട് ചിലപ്പോൾ ഉണ്ണിമൂന്നിന് വിഷയം ഉണ്ടാവാം, അഭിലാഷ് പിള്ളയ്ക്ക് വിഷയം ഉണ്ടാവാം, പലർക്കും ചിലപ്പോൾ വിഷയം ഉണ്ടാവാതിരിക്കാം, താങ്കൾക്കെതിരെ ആളുകൾ വരാം. താങ്കൾക്ക് എന്താണ് ഇതിൽ നിന്ന് ഈ പറയുന്നതിൽ എന്താണ് നേട്ടം? എന്താണ് നേട്ടോ അല്ലെങ്കിൽ അതിൻ്റെ എനിക്ക് കിട്ടാൻ അതൊന്നുമല്ല ചിന്തിക്കണം. എന്ന് എനിക്ക് എന്താ പറയുക, ഞാൻ ഒരുപാട് പേരത്ത് ഇപ്പോൾ കഥ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ സിനിമ ആഗ്രഹിച്ചിട്ടാണ് മുന്നോട്ട് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ കുറേ പേരത്ത് ഇപ്പോൾ ഓരോ പ്രൊഡക്ഷനിലും ഓരോ കഥ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഓരോ സിനിമകൾ അനൗൺസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചെയ്യുമ്പോൾ നമ്മുടെ ഇപ്പോൾ ഞാൻ നിങ്ങൾ 4 പേർക്ക് നിങ്ങൾ കുറച്ച് ആളുകളൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ഞാൻ കുറേ ഓപ്പണായിട്ട് ഞാൻ കഥേൻ്റെ തീം പറയുന്നു. കാരണം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക, പ്രൊഡക്ഷനുണ്ട്, പ്രൊഡ്യൂസറുണ്ട് പറയുമ്പോൾ നമ്മൾ ട്രസ്റ്റ് ചെയ്ത് പോകുന്ന ഒരാളെ നമുക്കൊരാളെ കണ്ണെടുത്ത് അങ്ങനെ വിശ്വസിക്കുകയാണ്. കാരണം പുള്ളിയായിരിക്കും ചിലപ്പോൾ നമ്മൾ സഹായിക്കുക, അല്ലെങ്കിൽ പുള്ളിയായിരിക്കും നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ പോകും. അപ്പോൾ അങ്ങനെ ഒരു തീം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്ന സമയത്ത് നാളെ അത് പുള്ളിയെ ട്രസ്റ്റ് ചെയ്യണം. എൻ്റെ ഒരു 6 മാസം 7 മാസം അതിൽ പോകും. അങ്ങനെയാണ് എൻ്റെ പ്രശ്നങ്ങളൊക്കെ പോകുന്നത്. ഒരാളെ ഞാൻ ജെന്യൂനായിട്ട് വിശ്വസിക്കും, പുള്ളി എൻ്റെ അവിടെ പോയി കഥ പറയുമ്പോൾ ലാസ്റ്റ് പടം നടക്കില്ല, പിന്നെ അത് വിടും, ഡ്രോപ്പാവും. പിന്നെ ആരെങ്കിലും വഴി ആ പടത്തിൻ്റെ വേറെ ലൈനിലൊക്കെ വരുമ്പോഴാണ് ഇപ്പം നിലവിലങ്ങോട്ട് സിനിമയൊക്കെ ഉണ്ട്. പക്ഷേ ഉറപ്പില്ല. പക്ഷേ അത് ഒരാളെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അത് സത്യമായിരിക്കാൻ ചാൻസ് കുറവാണ്. ഞാൻ പറഞ്ഞു, ഞാൻ ഒരു സ്റ്റോറി ഇപ്പോൾ അടുത്തൊരാൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ അടുത്തൊരാൾക്ക് ഒരു കഥ മുമ്പ് ഒരു 2024 പകുതിയൊക്കെ ആയിട്ട് ഞാനൊരു കഥ പറയാൻ പോയിട്ട് ആ ടീമിൽ ഒരു സിനിമ അനൗൺസ് ചെയ്യേണ്ടത് വെച്ചാൽ ഇപ്പോൾ ഒരു റീസണുണ്ട്. പക്ഷേ നമ്മൾ അവിടെ പോയ സമയത്ത് ഒരു അസോസിയേറ്റ് ഡയറക്ടർ അവരുടെ ടീമിലുണ്ടായിരുന്നു, ക്രൂവിൽ. പിന്നെ വേറെ ടീമുണ്ടായിരുന്നു. ഇവരൊക്കെ എൻ്റെ അടുത്ത് ആറ്റിറ്റ്യൂഡ് വളരെ മോശമാണ്. സിനിമയുടെ പേര് ഞാൻ പറയുന്നില്ല. കാരണം ഞാനിപ്പോൾ ഇത് എൻ്റെ അറിയുന്ന സത്യാവസ്ഥ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കും. അല്ല, ഇനിയിപ്പോൾ ഇറങ്ങിയ സിനിമയാണോ, ഇറങ്ങാൻ പോകുന്ന സിനിമയാണോ? സിനിമയാണ് പക്ഷേ അത് പറയണ്ട. അല്ല, ഇപ്പോൾ അതിനിപ്പോൾ ഒരു 5 വർഷം കഴിഞ്ഞ് വന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. അല്ല, അത് ഇറങ്ങിക്കഴിഞ്ഞാലല്ലേ അതാണോ എന്ന് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അല്ല, ഇപ്പോൾ അത് സംശയം തോന്നാൻ കാരണം എന്താണ്? ടീം ഫീൽ ചെയ്തു. അല്ല, എങ്ങനെയാണ് ടീം ഇറങ്ങിയിട്ടില്ലല്ലോ, കാര്യങ്ങൾ ഇറങ്ങിയിട്ടുണ്ടോ? അതിന്നാണ് മനസ്സിലായത്. ഇന്റർവ്യൂസ് കണ്ടപ്പോൾ ഏകദേശം ഒരു കണക്ഷൻ ഫീൽ ചെയ്തു. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഞാൻ പല ആൾക്കാരുടെ അല്ല, ആ ഒരു സിനിമയുടെ ഡയറക്ടറോ പ്രൊഡ്യൂസറോ അങ്ങനെ ആരെങ്കിലോടാണോ കഥ പറഞ്ഞിട്ടുള്ളത്? അല്ല, ആരോടും അല്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഞാൻ അറിയാത്ത ഒരാളുടെ ചോദിച്ചുകൊണ്ട് അവരെ നിങ്ങളുടെ കണക്ഷൻ ആരാന്ന് എനിക്കറിയില്ല. നിങ്ങൾ മുന്നിലാണോ എന്നാണ് എനിക്ക് അറിയില്ല. ഞാനൊരു ട്രസ്റ്റിൽ അങ്ങോട്ട് പറയുന്നു, വിശ്വസിക്കുകയാണ് ഒരാളെ, മനുഷ്യൻ വിശ്വസിക്കുക. ആ വിശ്വാസത്തിൽ അങ്ങോട്ട് പറയണം. നമുക്ക് ഞാനിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരാളെ അസോസിയേറ്റ് ചെയ്ത് വന്ന ആളൊന്നുമില്ല. നമ്മളൊരു എക്സ്പെർട്ടായിട്ട് ചെറുതാണെങ്കിൽ ചെറിയ ലേണിംഗ് പ്രോസസ്സ്, സിനിമ അങ്ങനെ ചെയ്ത് മിസ്റ്റേക്ക് പഠിക്കണം. ത്രൂ ഔട്ട് അതിൻ്റെ പ്രോസസ്സ് അറിയാം. അതിൻ്റെ ഫൈനൽ ഔട്ട് കിട്ടുന്നതിലുള്ളൊരു പ്രോസസ്സ് എന്താണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ എപ്പോഴും ഒരു സിനിമയുടെ വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടെക്നീഷ്യൻ ലെവലും ആർട്ടിസ്റ്റ് ലെവലും ഒക്കെ തന്നെയാണ് പടത്തിൻ്റെ വലിയൊരു ഹൈപ്പിലേക്ക് സിനിമ മാറുക. അപ്പോൾ നമ്മൾക്ക് ചെറിയ ബഡ്ജറ്റിൽ സിനിമ പോകുമ്പോൾ ആർട്ടിസ്റ്റ് മാറുമ്പോൾ നമ്മുടെ സിനിമ ഒരു മൈൻഡ് ആകും. എല്ലാവരും അവസ്ഥ തന്നെയാണ്. അപ്പോൾ ഞാനും ഇപ്പോൾ എനിക്കൊരു ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പഠിക്കുന്ന ആളാണ്. സിനിമ പഠിക്കണം ചെയ്യണം
നമ്മൾ ഈ ഈ സിനിമയുടെ ബാക്കിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് മനസ്സിലാക്കുന്നത് സിനിമ ഒരു വലിയ രീതിയിൽ വരണമെങ്കിൽ നമുക്ക് അതിനുള്ള ഒരു പ്രൊഡക്ഷൻ സപ്പോർട്ട് വേണം, പ്രൊഡക്ഷൻ ബാക്കപ്പ് വേണം എന്നൊക്കെ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി സംശ്രമത്തിലാണ് ഞാനുള്ളത്. അതുകൊണ്ട് ഇതുകൊണ്ട് എനിക്ക് സിനിമ കിട്ടുന്നില്ല. ഓൾറെഡി ഞാനൊരു പ്രൊഡക്ഷൻ്റെ കഥ പറഞ്ഞിട്ട് എനിക്ക് ഓൾമോസ്റ്റ് ഒക്കെ ഓക്കെ തന്നെയാണ്. പക്ഷേ ഇനി പുള്ളി ഇത് കഴിഞ്ഞ് വരുമ്പോൾ പുള്ളി എനിക്കതറിയില്ല. പക്ഷേ ഇനിയിപ്പോൾ പുതിയതായിട്ട് കഥ പറയാൻ പോകുന്ന ആളുകളടുത്തും അല്ലെങ്കിൽ പുതിയൊരു ഇതുപോലെ അത്രയേ ഉള്ളൂ. പറഞ്ഞാൽ ഇപ്പോൾ നോർമൽ എല്ലാം പറയുമ്പോൾ അവിടെ രജിസ്റ്റർ ഇവിടെ രജിസ്റ്റർ ഒക്കെ സത്യം തന്നെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഒരു ചെറിയ സ്പാർക്കിൾ കണ്ടൻറ്റ് മതി എല്ലാവർക്കും വേറെ രീതിക്ക് പ്രസൻറ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ സംഭവിച്ച ചരിത്രങ്ങളുണ്ട് അല്ലേ, അതെല്ലാം എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് മറ്റൊരാൾക്ക് സംഭവിക്കാതിരിക്കട്ടെ. ഞാനൊരു വർഷങ്ങൾക്ക് ശേഷം പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിതിപ്പോൾ ഇനിയിപ്പോൾ ഞാൻ കഥ പറയാൻ പോകുന്നത് തന്നെയാണ് പല ആൾക്കാർക്ക്. നാളെയും നമുക്കാണല്ലോ ജസ്റ്റ് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ എൻ്റെ മുഴുവൻ കുറച്ചേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ തോന്നുന്നത് എൻ്റെ അടുത്ത് പറയണത് നല്ല ന്യൂസിൻ്റെ മുമ്പിൽ പോയി പറയും. അങ്ങനത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു എനിക്ക് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഉണ്ണിമൂന്നായിട്ടൊരു വ്യക്തി ഒരാൾക്ക് പ്രതികാരമില്ല. എനിക്ക് അങ്ങനെ ഒരു സാധനം ചെയ്തപ്പോൾ എനിക്കല്ല. ഇപ്പോൾ പ്രകാശ് വർമ്മയുടെ ഒരു ആഡ്, പ്രകാശ് വർമ്മ സാർ ഒരു ആഡ്, പുള്ളി ഭയങ്കര ബ്രില്യൻ ആഡ്മിക്കാണെന്ന് എനിക്കറിയാം. അപ്പോൾ പുള്ളിയുടെ ഒരു ആഡെന്നൊരു ഇൻസ്പിറേഷനാണ് പക്ഷേ മുൻപൊരു നേരത്തെ സിനിമ ഉണ്ടായെന്നൊക്കെ ആണല്ലോ. അപ്പോൾ അതാണ് ഒരു ചെറിയ കണ്ടെന്നൊരു സാധനം വലുതാക്കി എടുക്കുക. പിന്നെ ഉണ്ണിമൂന്നിൻ്റെ മൈൻഡിൽ ഞാൻ പോണവരെ അങ്ങനത്തെ ടീമേ മൈൻഡിൽ ഉണ്ടാവില്ലായിരിക്കും. പുള്ളിക്കാരൻ്റെ ഒരു അനുസരണം പുള്ളി കുറ്റം പറയല്ല, പക്ഷേ ആസ് എ കോമൺ മാൻ പുറത്തുനിന്ന് കാണുന്ന ഒരാളെന്ന നിലയ്ക്ക് പുള്ളി പബ്ലിക്കിലേക്ക് വന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നോർമലി മലയാളികൾക്ക് അറിയുന്ന ഒരു കാര്യമാണ്. എനിക്കൊരു വ്യക്തമായ രാഷ്ട്രീയം ഒന്നുമില്ലാത്ത ഒരാളാണ് ഞാൻ. സാധാരണ ആളാണ്. നമുക്കൊരാളത് നമുക്കുള്ള വിഷയം നമുക്ക് പറയാൻ പാടില്ല എന്നുണ്ടോ, നമ്മൾ പറയണമെന്ന് ആഗ്രഹിക്കുകയാണ്. കുറച്ച് ലേറ്റായെന്ന് മാത്രം എനിക്കറിയാം. പക്ഷേ ഞാൻ പറഞ്ഞു ഉണ്ണിമൂന്നിൻ്റെ ഒരു നമുക്കറിയാമല്ലോ പുള്ളിക്കൊരു അജണ്ടയിലൊരു ആക്ടറാണ്.